ബിസ്മില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രാർത്ഥന സദസ്സ് പിരിയുമ്പോൾ ചൊല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സദസ്സിലേക്ക് കയറി ചെല്ലുമ്പോഴും സദസ്സിലിരിക്കുമ്പോഴും സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോരുമ്പോഴുമെല്ലാം പ്രത്യേകം ദുആകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥന സദസ്സ് പിരിയുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഖസിം ലനാ മിൻ ഖശിയതിക മാ യഹൂലു ബൈനനാ വബൈന മആസിക വമിൻ ത്വഅതിക മാ തുബല്ലിഗുനാ ബിഹി ജന്നതക വമിനൽ യഖീനി മാ തുഹവ്വിനു ബിഹി അലൈനാ മുസീബാത്തിദ് ദുനിയ വമത്തിഅനാ ബിഅസ്മാഇനാ വഅബ്സ്വാരിനാ വഖുവ്വതിനാ മാ അഹ്യൈതനാ വജ്അൽഹുൽ വാരിസ മിന്നാ വജ്അൽ സഅറനാ അലാ മൻ വളമനാ വൻസുർനാ അലാ മൻ ആദാനാ വലാ തജ്അൽ മുസീബതനാ ഫി ദീനിനാ വലാ തജ്അലിദ് ദുനിയ അക്ബറ ഹമ്മിനാ വലാ മബ്ലഗ ഇൽമിനാ വലാ തുസ്വല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. വലിയൊരു പ്രാർത്ഥനയാണ്. പ്രാർത്ഥന നമ്മൾ മനസ്സറിഞ്ഞ് അർത്ഥമറിഞ്ഞ് പഠിച്ചാൽ വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പ്രാർത്ഥനയുടെ അർത്ഥം പറയാം. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങൾ നിന്നോട് തെറ്റു പ്രവർത്തിക്കുന്നതിനും ഇടയിൽ മറയിടുന്ന നിന്നോടുള്ള പേടിയും നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്ന നിനക്കുള്ള അനുസരണവും ഭൗതിക ജീവിതത്തിലെ വിപത്തുകൾ ഞങ്ങൾക്ക് നിസ്സാരമാക്കി തരുന്ന ദൃഢവിശ്വാസവും നീ ഞങ്ങൾക്ക് കനിയണമേ. ഞങ്ങളുടെ കേൾവികളിലും കാഴ്ചകളിലും ശക്തികളിലും ഞങ്ങളെ നീ ജീവിപ്പിക്കുന്ന കാലമത്രയും നീ ഞങ്ങൾക്ക് സുഖമേകണമേ. ആ സുഖം നീ ഞങ്ങൾക്ക് ശേഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ പ്രതികാരം ഞങ്ങളോട് അന്യായം ചെയ്തവർക്കെതിരിൽ മാത്രമാക്കണമേ. ഞങ്ങളോട് ശത്രുത വെച്ചവർക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ മുസീബത്ത് നീ ഞങ്ങളുടെ ദീനിൽ അഥവാ ദീനി നിഷ്ഠയെ കെടുത്തുന്നത് ആക്കരുതേ. ദുനിയാവ് നീ ഞങ്ങളുടെ ഏറ്റവും വലിയ വിചാരവും വിജ്ഞാനത്തിന്റെ ലക്ഷ്യവും ആക്കരുതേ. ഞങ്ങളോട് കരുണ കാണിക്കാത്തവർക്ക് നീ ഞങ്ങളുടെ മേൽ ആധിപത്യം നൽകരുതേ റബ്ബേ. ഇതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ഇബ്നു ഉമർ റളിയല്ലാഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇതിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സ്വഹാബികൾക്ക് വേണ്ടി വളരെ വിരളമായ ഈ ദുആ ചെയ്യാതെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിരുന്നുള്ളൂ എന്ന്. വിരളമായേ ഈ ദുആ ചെയ്യാതെ സദസ്സിൽ നിന്ന് എഴുന്നേറ്റിരുന്നുള്ളൂ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദായിപ്പോഴും എല്ലായ്പ്പോഴും ഈ പ്രാർത്ഥന ചൊല്ലിയിട്ടായിരുന്നു റസൂല് സദസ്സ് വിട്ടു പോന്നിരുന്നത് എന്ന്. സദസ്സിലുള്ളവരാരായിരിക്കും? റസൂലിന്റെ സ്വഹാബാക്കളായിരിക്കുമല്ലോ. അപ്പോ എന്താണ് പ്രാർത്ഥന? അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങൾ നിന്നോട് തെറ്റ് പ്രവർത്തിക്കുന്നതിനും ഇടയിൽ മറയിടുന്ന നിന്നോടുള്ള പേടി. നമ്മൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോ, ഞാൻ വീണ്ടും പറയുന്നില്ല, വോയിസ് നീണ്ടുപോകുമെന്ന് വിചാരിച്ച് ഞാൻ ചുരുക്കുകയാണ്. ഇതിന്റെ അർത്ഥം മനസ്സിരുത്തി വായിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ചൊല്ലിക്കൊണ്ട് അല്ലെങ്കിൽ ഏറ്റു പറഞ്ഞുകൊണ്ടായിരിക്കണം ഒരു സദസ്സിൽ നിന്ന് നമ്മൾ പിരിഞ്ഞു പോരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.